ഉള്ള സീറ്റുകൾ നിലനിർത്തും എന്ന വലിയ അവകാശവാദം LDFിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. BJP കൂടുതൽ ശക്തി പ്രകടിപ്പിക്കും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന 2020യുമായി ചേർന്നുള്ള ഒരു പരീക്ഷണം നടത്തുന്ന ഇടം കൂടിയാണ് എറണാകുളം. എറണാകുളത്ത് ഉയരുന്ന വോട്ടിംഗ് ശതമാനം എന്തിന്റെ സൂചനയാണ് എന്നതുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, എറണാകുളത്ത് സാധാരണ സംസ്ഥാനത്ത് ഉള്ള പോളിംഗ് ശതമാനത്തേക്കാൾ ഒരുപക്ഷെ കുറഞ്ഞ നിലയിലായിരിക്കും ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അതല്ല സാഹചര്യം. സംസ്ഥാനത്ത് 33% വോട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവിടെ 32%-ലധികം എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തി എന്നൊരു സാഹചര്യമുണ്ട്. അവിടെ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ എന്തിന്റെ സൂചനകളായി വേണം കാണാൻ? രേണുക, 35.42% 11 മണി വരെയുള്ള പോളിംഗ് ശതമാനം നമുക്ക് ലഭിക്കുന്നത്. അതേസമയം വിശദമായ പോളിംഗ് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഞങ്ങളിപ്പോൾ ഉള്ളത് ആലുവ നഗരസഭയിലെ കടത്തുകടവ് എന്നുള്ള പോളിംഗ് ബൂത്തിലാണ്. രാവിലെ പറവൂരിൽ നിന്നാണ് നമ്മൾ 7 മണിക്ക് ഈ പര്യടനം തുടങ്ങിയത്. പറവൂരിൽ നിന്നാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കണ്ട ശേഷമാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ്, UDF 100 സീറ്റോളം നേടുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. രേണുക സൂചിപ്പിച്ചതുപോലെ UDFന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയായിട്ടാണ് എറണാകുളത്തെ കണക്കാക്കുന്നത്. എറണാകുളത്തിന്റെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് നിലവിൽ 11 മണി വരെയുള്ള ഇത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആലുവയിൽ ഏതാണ്ട് 36.5%. അതുപോലെ പെരുമ്പാവൂരിൽ 34.35%. അങ്കമാലിയിൽ 34.37%. അതുപോലെ കളമശ്ശേരിയിൽ 32.7%. പറവൂരിൽ 35.31%. വൈപ്പിൻ 37.27%. കൊച്ചി 36.22%. അതുപോലെ തൃപ്പൂണിത്തുറയിൽ വലിയ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 40%-ലധികം കടന്നിട്ടുണ്ട്. 40.33%. നമുക്കറിയാം ജില്ലയിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിലെ ഒരു പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40.33% തന്നെയാണ്. BJPക്ക് വലിയൊരു വോട്ട് ബാങ്ക് തന്നെ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ കുന്നത്തുനാടായിരുന്നു അത്തരത്തിലൊരു ഗ്ലാമർ മണ്ഡലത്തിൽ. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ ശേഷം അത് കുന്നത്തുനാട് എന്നുള്ള തൃപ്പൂണിത്തുറയിലേക്ക് കൂടുതൽ വോട്ടുകൾ BJP നേടുമെന്നുള്ള, അല്ലെങ്കിൽ 2020 അലയൻസുമായി ചേർന്നിട്ട് BJP നേടുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? എന്നിരുന്നാൽ പോലും ജില്ലയിൽ ഏറ്റവും കൂടുതൽ കനത്ത മത്സരം നടക്കുന്നു, അല്ലെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് ശേഷം ഈ അതുപോലെ തൃക്കാക്കരയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ എന്തായാലും ജില്ലയിൽ മുഴുവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 35.42% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എറണാകുളത്ത് വളരെ 18.42% വോട്ട് മാത്രമാണ് ഇതിനകം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഇത് നമുക്ക് 7 മണി മുതൽ 11 മണി വരെയുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തൃക്കാക്കരയിൽ 36.77% ഉണ്ട്. അതുപോലെ കുന്നത്തുനാട് 37.2%. അതുപോലെ പിറവത്ത് 33.34%. മൂവാറ്റുപുഴയിൽ 32.83%. അതുപോലെ കോതമംഗലത്ത് 33.52% എന്നിങ്ങനെയാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ 35.42% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 11 മണി വരെയുള്ള ഈ ഒരു കണക്കിൽ ഇത്രയും ഒരു പോളിംഗ് നടക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും കാലാവസ്ഥ വളരെ മോശമാണ്. വലിയ ചൂടുണ്ട് കൊച്ചിയിൽ ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അറിയാം, നിരയിൽ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ചൂടും വെയിലും ഒക്കെ സഹിച്ച് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ ഇനിയും ഒരു പക്ഷേ അങ്ങോട്ട് നീളുമ്പോൾ ഒരു 12 മണി മുതൽ 2 മണി വരെയുള്ള സമയത്ത് ചിലപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറയാനും ആളുകൾ വരുന്നത് കുറയാനും ഉള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം 3 മണിക്ക് ശേഷമാണ് വലിയ പോളിംഗ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിൽ എറണാകുളത്ത് സംസ്ഥാനത്തെ മൊത്തം പോളിംഗ് പെർസെൻറ്റേജ് നോക്കുമ്പോഴും എറണാകുളം ജില്ലയിൽ പോൾ ചെയ്തിരിക്കുന്ന വോട്ടുകൾ 35.42%. സംസ്ഥാനത്തെ മറ്റ് എല്ലാ ജില്ലകളിലെയും കണക്കനുസരിച്ച് നോക്കുമ്പോൾ എറണാകുളം പോളിംഗ് പെർസെൻറ്റേജിൽ വളരെ മുന്നിലുമായിട്ടാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് പെർസെൻറ്റേജ് ആണ് ആജ്ഞ പങ്കുവച്ചത്. അവിടെ 11 മണി വരെയുള്ള
സമയത്ത് ശക്തമായ പോളിംഗ് തന്നെ എറണാകുളം ജില്ലയിൽ നടക്കുന്നു എന്നത് മനസ്സിലാക്കാം. അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. അവിടെ 40% കടന്നിരിക്കുന്നു. ഇതുവരെ 11 മണിവരെയുള്ള പോളിംഗ് എന്നത് വലിയ രീതിയിലുള്ള വോട്ടിംഗ് അവിടെ നടക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അവിടെ അഞ്ജലി 2020 കാൻഡിഡേറ്റായി വന്നത് ആദ്യം ചില മുന്നണിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് കളം പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ 40% മുകളിലേക്ക് ഈ 11 മണി എത്തുമ്പോൾ തന്നെ പോളിംഗ് മാറിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റ് ഇടങ്ങളിലുമൊക്കെ ശക്തമായ പോളിംഗ് തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇത് എന്തിൻ്റെ സൂചനയാണ് എന്നതൊക്കെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും കൂടുതൽ ആളുകൾ എത്തുന്നു, ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതിൻ്റെ നേരത്തെ വന്ന ദൃശ്യങ്ങളാണ്. ചാണ്ടി ഉമ്മൻ കറുപ്പ് അണിഞ്ഞുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ഒരു പ്രതിഷേധമാണ് എന്നതാണ് ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചത്. ഇടത് ദുർഭരണത്തിനെതിരെയും ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ച ഇടതുപക്ഷത്തിനെതിരെയുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് താൻ കറുപ്പണിഞ്ഞെത്തിയതെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. പുതുപ്പള്ളിയെ ഇടത് സർക്കാർ അവഗണിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച പല പദ്ധതികളും പൂർത്തീകരിച്ചിട്ടില്ല എന്നത് പറയുന്നു. അപ്പോൾ അതിലൊക്കെയുള്ള ഒരു പ്രതിഷേധമായി കറുപ്പണിഞ്ഞുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ എത്തിയത്. ഈ പ്രചരണകാലത്തുടനീളം വ്യത്യസ്തമായ സമീപനങ്ങൾ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരുന്നു. സൈക്കിളിൽ ചുറ്റി നടന്നുള്ള പ്രചരണം, ഒപ്പം ക്യാമ്പയിൻ, ഏറ്റവും ഒടുവിൽ ഈ കൊട്ടിക്കലാശം ഉൾപ്പെടെ ഒഴിവാക്കി അതിൻ്റെ ഉള്ള പണമൊക്കെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തുടനീളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കറുപ്പണിഞ്ഞുകൊണ്ട് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി എത്തി. അതും ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമെന്ന് സൂചിപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. ഓരോരുത്തരും അവരുടെ അവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങൾ ഒട്ടും മടി കൂടാതെ തന്നെ നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക. ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യ മണിക്കൂറുകൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. മോഹൻലാൽ അദ്ദേഹം എത്രയോ നേരം ക്യൂവിൽ നിന്നിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലും എത്തി വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ വലിയ തിരക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ ആ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നു. അവിടെ കുറേ അധികം നേരം കാത്തുനിന്നതിന് ശേഷമാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയത്. അങ്ങനെ പല പല കാഴ്ചകൾ നമ്മൾ കാണുന്നു. ജനാധിപത്യ രാഷ്ട്രം എന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ ഓരോ മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ്. എല്ലാവരും തുല്യരാകുന്ന, ഒരു വോട്ടിന് മുന്നിൽ എല്ലാവരും തുല്യരാകുന്ന ദിവസമാണ്. അങ്ങനെ എല്ലാവർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന ദിവസം തന്നെയാണ് ഇത്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇപ്പോഴും ഓരോ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. സ്ഥാനാർത്ഥികളും നേതാക്കളും എങ്ങനെയാണ് ഇതുവരെയുള്ള വോട്ടിങ്ങിനെ കാണുന്നത്, അവരുടെ പ്രതികരണം എന്താണ്, ആത്മവിശ്വാസം എവിടെ വരെ എന്നത് കേൾക്കാം. നിങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ടുള്ള പരിശ്രമം നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തെ ബാധിക്കുന്ന ഒന്നല്ല. തുടക്കം മുതലുള്ള ആത്മവിശ്വാസം അത് വർദ്ധമാനമായ തോതിൽ ഉയർന്നതാണ്. ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യമായത്, ഞാൻ 3-4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് നിശ്ചയമായിട്ടും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ അഭിമാനകരമായിട്ടുള്ളൊരു വിജയം ഇവിടെ ഉണ്ടാവും. അപവാദ പ്രചരണങ്ങളെയും അന്യായമായ കടന്നാക്രമണങ്ങളെയും മനസ്സാക്ഷിയില്ലാത്ത തരത്തിൽ ചില പ്രശ്നങ്ങളെ അനാവശ്യമായിട്ട് സൃഷ്ടിച്ച് ഉണ്ടാക്കിയ വിവാദങ്ങളെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. ഇതൊരു വളരെ പ്രതീക്ഷയുള്ള നമ്മുടെ ടീം UDF 100 സീറ്റ് നേടുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പോളിംഗ് കൂടുന്നതിനനുസരിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ ബൂത്തുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്.
എനിക്ക് തോന്നുന്നു ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഒന്നിനോട് പറയരുത് എന്നുള്ളതാണ് എന്റെ തീരുമാനം. പക്ഷെ എല്ലാവരും നിർബന്ധമായിട്ടും വോട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ പോളിംഗ് ശതമാനം കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. പോളിംഗ് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മളോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഒരു ഭരണ സംവിധാനം തന്നെ വേണം നമുക്ക് എപ്പോഴും. അതാണ് നമ്മൾ ശീലിച്ചത്. ഒപ്പം സിനിമയിൽ തുടരാനാണ് ആഗ്രഹം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ആസിഫ് അലി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയിൽ തുടരാനാണ് തന്റെ താല്പര്യം. ഈ അവിടെ തൊടുപുഴയിലെ തലമുറ മാറ്റമൊക്കെ മാതൃകാപരമാണ് എന്നൊരു അഭിപ്രായം കൂടി ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ എത്തി ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാ പോളിംഗ് ബൂത്തിലും നല്ല തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ചൂട് കനത്തു വരികയും. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.